വിഷമാണ്. നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയും കേരളത്തിൽ വിഷവുമാണെന്ന് വിളിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിവരം പോരാന്ന് വിളിക്കുന്ന ആളാണ് ഞാൻ. അത് വേറെ. പക്ഷേ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രണയവും പ്രണയ തകർച്ചയും ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് എന്ന ധാർമ്മിക ബോധം എനിക്കുണ്ട്. ഇനി ഒറ്റ ചോദ്യം ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 10 ഇരട്ടി വലിയ നേതാവല്ലേ വി ഡി സതീശൻ? 10 ഇരട്ടി വലിയ നേതാവല്ലേ ശ്രീ രമേശ് ചെന്നിത്തല? എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കിട്ടുന്നത്? നേരത്തെ പറഞ്ഞു, വി ഡി സതീശൻ ജി പറഞ്ഞു, കേരളം കടലിരമ്പി വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ലെന്ന്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, കേരളം കടലിരമ്പി വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന എല്ലായിടത്തും താരമാകുന്നത്? രാഹുലിനെ മിടുക്ക് മാത്രമൊന്നുമല്ല, കേരളത്തിലെ ജനത അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ്. രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് മലയാളിയുടെ നന്മയാണ്, ധാർമ്മിക ബോധമാണ്, സത്യസന്ധതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അതെന്റെ പേഴ്സണൽ പ്രശ്നവും എന്റെ പ്രണയവുമായിരുന്നു. അതെന്റെ പ്രണയമാണ്, എന്റെ പേഴ്സണൽ പ്രശ്നമാണ്, എന്റെ ശബ്ദമാണ് എന്ന്, അതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് എന്താ ഇയാൾ പറയാത്തതെന്നാണ് ചോദിക്കുന്നത്? എന്താ ഇയാൾ പറയാത്തതെന്നാണ്? പോപ്പുലാരിറ്റിയിൽ പകച്ചു പോവുകയാണ് പലരും. എന്തുകൊണ്ടാണെന്നറിയാമോ? ശരി, പോപ്പുലാരിറ്റി ആയിക്കോട്ടെ, ശരി, കുറെ ആണുങ്ങൾ. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ രാഹുലിന് എന്തുകൊണ്ട് ആണുങ്ങളാണോ തൻവീർ റാം, ആണുങ്ങളാണോ ശ്രീനാദേവി, ആണുങ്ങളാണോ ഐഷ പോറ്റി, ആണുങ്ങളാണോ സീമാജി നായർ? ഇവരൊക്കെ പുരുഷന്മാരാണോ? ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ പുരുഷന്മാരാണോ? ഇങ്ങനെ സ്ത്രീകളടക്കം പിന്തുണയ്ക്കുന്നത്? രാഹുലെ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എന്റെ ചോദ്യം ഇതാണ്, മൗലികമായ ചോദ്യം. എന്തുകൊണ്ടാണ്? അതെന്റെ പ്രണയമാണ്, എന്റെ ശബ്ദമാണ്, എന്റെ റിലേഷൻഷിപ്പാണ് എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാവ് പൊന്താത്തതിന്റെ കാരണം അധാർമികമായ കാര്യം ഞാൻ ചെയ്തു. കേസ് വിടെ?